ഇതാണ് എൻ്റെ ഗ്രാമം, കാന്തല്ലൂർ. ജീവിതത്തിൽ ആദ്യമായി ഇവിടം വിട്ട് ഞാൻ നഗരത്തിലേക്കൊന്ന് പോയി. അപ്പോഴാണ് ഞാൻ ജീവിക്കുന്ന ഈ കാന്തല്ലൂർ ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ നാടിനെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറയണമെന്ന് തോന്നിയത്. നഗരത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് വളരെ സുന്ദരവും പ്രശാന്തവുമാണ് ഈ നാട്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം, മലിനീകരണം ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. പശ്ചിമഘട്ട മലനിരകൾ കരിഞ്ഞനുഗ്രഹിച്ച ഇവിടം എത്രത്തോളം സുന്ദരമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ കാശ് കൊടുത്ത് വലിയ വിലയ്ക്ക് വാങ്ങുന്ന ചെടികളൊക്കെ ഞങ്ങളുടെ മുറ്റത്ത് സാധാരണ ചെടികളാണ്. മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകളാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ചില വീടുകൾ വളരെ ഉയരത്തിലും മറ്റു ചിലത് താഴ്വാരങ്ങളിലുമായിരിക്കും. സദാ നിശബ്ദമായ പ്രദേശങ്ങളാണ് കൂടുതലും. ഇന്നിതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പോൾ സീസണല്ല, ആയതിനാൽ തിരക്ക് കുറവാണ്. ഇവിടേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഈ ഗ്രാമത്തിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസും. മലനിരകളിലെ കൃഷി നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. ആപ്പിളും ഓറഞ്ചും പീച്ചും സപ്പോട്ടയും ചെറിയുമൊക്കെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നു. ഇവിടെ കൃഷി ചെയ്യാതെ തന്നെ വളർന്നു നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട്. അത് നിങ്ങളുടെ നഗരത്തിലുള്ള പാഷൻ ഫ്രൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മിക്ക കടകളിലും ഈ പാഷൻ ഫ്രൂട്ട് വിൽക്കാൻ വെച്ചിരിക്കും. ഇനി ഇവിടുത്തെ ടൗൺ ഒന്ന് പരിചയപ്പെടാം. ടൗൺ എന്ന് പറഞ്ഞാൽ പ്രധാന ഗ്രാമത്തിൽ നിന്നും ഒരല്പം കൂടി ഡെവലപ്പായ ഒരു സ്ഥലം. ഗ്രാമത്തിനേക്കാൾ കുറച്ച് കൂടുതൽ കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ബസ് സ്റ്റോപ്പുണ്ട്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, ക്ഷേത്രമുണ്ട്, തട്ടുകടയുണ്ട്. ഇവിടുത്തെ പ്രധാന യാത്രാ സൗകര്യം മഹീന്ദ്ര ജീപ്പാണ്. ഓരോ വീട്ടിലും കുറഞ്ഞത് ഒരു 2 വീലറെങ്കിലും കണ്ടിരിക്കും. മലനിരകൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്ന സ്ഥലമായതിനാൽ ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും. ചില സമയങ്ങളിൽ -ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ താഴും. ഒരു 4-5 പുതപ്പൊന്നുമില്ലാതെ ഉറങ്ങാൻ കഴിയില്ല കേട്ടോ. ഇവിടുത്തെ ജീവിതശൈലികളും മറ്റു സുന്ദരമായ കാഴ്ചകളുമൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ.